ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്രിഷൻ ലൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഒരു ടോപ്പ് 5 ലിസ്റ്റാണ്. ഒരുപാട് നാളായി ഒരു ടോപ്പ് ലിസ്റ്റിൽ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോൺസ്റ്റേഴ്സ് സ്പെഷ്യലായിട്ടുള്ള ലിസ്റ്റാണ്. ടോപ്പ് 5 പവർഫുൾ ടൈറ്റൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പം ഇതിലെ നിങ്ങളുടെ ഫേവറേറ്റ് ടൈറ്റൻസ് ആരെന്ന് കമൻറ്റിലൊക്കെ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ ഗോഡ്സിലെ എക്സ്കോങ്ങിൽ വരാൻ പോകുന്ന നമ്മുടെ സ്കാർക്കിങ്ങിനെയോ അല്ലെങ്കിൽ ഷീമോനെയൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് മുമ്പേ നമ്മൾ കണ്ട ടൈറ്റൻസിനെയാണ് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. മേ ബി ഞാൻ പറയുന്നത് ചിലപ്പം തെറ്റാവാനും ചാൻസസ് ഉണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൊക്കെ പറഞ്ഞേക്കുക. അതായത് നിങ്ങളുടെ ലിസ്റ്റ് കമൻറ്റിൽ പറഞ്ഞേക്കുക. അപ്പം നിലവിലോട്ട് കിടക്കാം. നമ്പർ 5 ടൈറ്റനാണ് നമ്മുടെ മോത്ര എന്ന് പറയുന്നത്, ക്യൂൻ ഓഫ് മോൺസ്റ്റേഴ്സ്. മോത്രയും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റൻ തന്നെയാണ്. പക്ഷെ ഒരു ഫൈറ്റിന് പറ്റിയ ടൈറ്റൻ അല്ല. കാരണം മോത്രയുടെ എബിലിറ്റീസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു ബാറ്റിൽസിന് പറ്റിയ എബിലിറ്റീസ് അല്ല മോത്രയ്ക്കുള്ള. ബട്ട് മോത്രയ്ക്കും നിറയെ പവേഴ്സൊക്കെ ഉണ്ട്. കൂടാതെ നമ്മുടെ ഗോഡ്സിലെ പലയിടങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈറ്റനാണ് ഈ മോത്ര എന്ന് വെച്ചാൽ. ലൈക്ക് ഗോഡ്സിലയുടെ ഒരു വൈഫ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് മോത്ര. മോത്ര വന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈറ്റൻ, ഒരു ബട്ടർഫ്ലൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റൻ തന്നെ. ഷീ ഈസ് ഫീമെയിൽ ഓഫ് കോഴ്സ്. സോ മോത്രയുടെ സ്പെഷ്യൽ പവേഴ്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോത്രയെ കൊണ്ട് പറക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല അജിലിറ്റി ഉണ്ട്. സിൽക്കിൻ്റെ ഒരു പവറുണ്ട്. അതായത് മോത്രയെ കൊണ്ടൊരു വെബ് പോലെ ഒരു സംഭവം വിടാൻ പറ്റും. നിങ്ങൾ മൂവീസിൽ കണ്ടിട്ടുണ്ടാകും. കൂടാതെ വിൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെലിപ്പതി പവറുണ്ട്. ലൈറ്റ്നിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മോത്ര ഒന്നൊരു ഇമ്മോർട്ടലാണ്. മാത്രയ്ക്ക് മരണമില്ല. അഥവാ ചത്താലും വീണ്ടും ആ മുട്ടയിട്ട് വീണ്ടും അതിന് തിരിച്ച് മോത്ര വരും. അപ്പോൾ ഒരു ഇമ്മോർട്ടലായിട്ടുള്ള ടൈറ്റനും കൂടിയാണ് മോത്ര. അപ്പോൾ അടുത്തൊരു നമ്പർ 4 ടൈറ്റനാണ് മ്യൂട്ടോ. സോ മ്യൂട്ടോയും ഉറപ്പായൊരു പവർഫുൾ ടൈറ്റനാണ്. നിങ്ങൾ മൂവിയിൽ കണ്ടിട്ടുണ്ടാകും. 2 മ്യൂട്ടോസിനെ കണ്ടിട്ടുണ്ടാകും. ഒന്ന് മെയിൽ മ്യൂട്ടയും വേറൊന്ന് ഫീമെയിൽ മ്യൂട്ടയും. സോ ഇവർ 2 പേരും നമ്മുടെ ഗോഡ്സിലേക്ക് ഭയങ്കര വലിയ ടഫാണ് കൊടുത്തത്. ഓഫ്കോഴ്സ് ഗോഡ്സിലേനെ ജയിച്ചത്, പക്ഷേ ഗോഡ്സിലേക്ക് നല്ല ടഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ മ്യൂട്ടോ എന്ന് പറയുന്ന ഈ ഒരു ക്രീച്ചേഴ്സ് വന്ന് പ്രധാനമായിട്ട് ഗോഡ്സിലേക്ക് എതിരായിട്ടുള്ള ഒരു ടൈറ്റൻസ് ആണ്. ഗോഡ്സിലേക്ക് തന്നെ ടഫ് കൊടുക്കാനും ഗോഡ്സിലേക്ക് എതിരായിട്ടുള്ള പവേഴ്സൊക്കെയാണ് ഈ മ്യൂട്ടോയുടെ കൈവശമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഗോഡ്സിലെ കൊല്ലാൻ വേണ്ടി അളവെടുത്തുണ്ടായ ഒരു ടൈറ്റൻ എന്ന് വേണമെങ്കിൽ പറയാം മ്യൂട്ടോയുടെ. കാരണം അത്രത്തോളം പവർഫുള്ളാണ്. ഇതിൻ്റെ ക്ലാസ് വെച്ച് നമ്മുടെ ഗോഡ്സിലയുടെ സ്കിന്നിനെ പെനട്രേറ്റ് ചെയ്ത് ഗോഡ്സിലെ വരെ കൊല്ലാനുള്ള കപ്പാസിറ്റി മ്യൂട്ടോയെ കൊണ്ടെന്നാണ് പറഞ്ഞത്. ഈവൻ ഇതിനേക്കാളും ഭയങ്കരമായിട്ടൊരു മ്യൂട്ടോ ഉണ്ട്, മ്യൂട്ടോ പ്രൈം. അത് ഇതിനേക്കാളും പവർഫുള്ളാണ്. കാരണം കോമിക്സിൽ അത് വന്ന് നമ്മുടെ ഗോഡ്സിലയുടെ ആ ഒരു ഡോസൽ സ്പെയിൻസ് ഇല്ലേ, പ്ലേറ്റ്സ്, അതൊക്കെ ഡാമേജ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോഡ്സിലാണ് ജയിച്ചത്. പക്ഷേ ഭയങ്കര ടഫ് ഇത് ഗോഡ്സിലേക്ക് കൊടുക്കും. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള പവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കൊണ്ട് EMP ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ്. അതുവഴി ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിനും ഇതിന് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം നല്ല പവേഴ്സൊക്കെ ഉണ്ട്. ഗോഡ്സിലേക്ക് ഭയങ്കര ടഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റൻ തന്നെയാണ് മ്യൂട്ടോ. നമ്പർ 3 ടൈറ്റനാണ് നമ്മുടെ കോങ്. സോ കോങ് വന്നൊരു എയ്പ്സിൽ പറ്റിയൊരു ടൈറ്റനാണ്. സോ കോങ്ങും ഓഫ്കോഴ്സ് ഒരു പവർഫുൾ ടൈറ്റൻ തന്നെയാണ്. കോങ്ങിന് നിറയെ ഫീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോങ് വന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഹ്യൂമാനിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റനാണ്. ബട്ട് കോങ്ങിൻ്റെ ബാക്കിയുള്ള ടൈറ്റൻസ് പറ്റി കമ്പയർ ചെയ്താൽ അങ്ങനെ സ്പെഷ്യൽ പവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എബിലിറ്റീസ് കോങ്ങിനുണ്ട്. കാരണം കോങ് വന്ന് ഏകദേശം ഒരു മനുഷ്യനെ പോലത്തെ ഒരു ടൈറ്റൻ എന്ന് പറയാം. കാരണം ബാക്കിയുള്ള ടൈറ്റൻസൊക്കെ മോൺസ്റ്റേഴ്സിൻ്റെ ആ ഒരു അപ്പിയറൻസിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ കോങ് വന്ന് ഏകദേശം ഹ്യൂമൻസിനെ പോലെയാണ്. കാരണം അതൊരു ഏപ്സ് ആയതുകൊണ്ട് അങ്ങനെയാണ്. സോ കോങ്ങിന് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ള എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോങ്ങിന് നല്ല ഇൻ്റലിജൻസ് ഉണ്ട്. ബാക്കിയുള്ള ടൈറ്റൻസുമായിട്ട് കമ്പയർ ചെയ്താൽ കോങ്ങിന് നന്നായിട്ട് ചിന്തിച്ചൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് കോങ്ങിൻ്റെ ഏറ്റവും വലിയൊരു എബിലിറ്റിയാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് കോങ്ങിന് അധികമാണ്. അതേപോലെ തന്നെ ക്ലൈമ്പിങ് ചെയ്യാൻ പറ്റും. ഷാർപ്പായിട്ടുള്ള തീത്തുണ്ട്. സ്വിമ്മിങ് ചെയ്യാൻ പറ്റും. വെപ്പൺസും കാര്യങ്ങളൊക്കെ കോങ്ങിന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോങ്ങിന് നല്ല സ്കിൽസ് ഉണ്ട്. ഏതൊരു വെപ്പണായാലും കോങ്ങിന് എടുത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോങ്ങിനുണ്ട്. ഇതൊന്നും ബാക്കി ടൈറ്റൻസിൻ്റെ കാണാൻ പറ്റില്ല. ഇത് കോങ്ങിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കോങ്ങിൻ്റെ ഏറ്റവും വലിയൊരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ. ബട്ട് കോങ്ങിന് ചില വീക്ക്നെസ് ഉണ്ട്. അതായത് കോങ്ങിൻ്റെ സ്കിന്ന് വന്ന് ഈസി ആയിട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കോങ് ഇമ്മോർട്ടലൊന്നും അല്ല, ഹീലിംഗ് പവറൊന്നും കോങ്ങിനില്ല. അതാണ് കോങ്ങിന് ഏറ്റവും വലിയ വീക്ക്നെസ്. ആൾമോസ്റ്റ് ഹ്യൂമൻസിനെ പോലെയാണ്. ബട്ട് എന്തായാലും കോങ് വന്നൊരു സൂപ്പറായിട്ടുള്ള ടൈറ്റനാണ്. സോ അടുത്തത് നമ്പർ 2 ടൈറ്റനാണ് നമ്മുടെ ഗോഡ്സില കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിറയെ പേര് ആലോചിക്കും ഗോഡ്സില എന്തിന് നമ്പർ 2 ഇട്ടെന്ന്. സോ ഗോഡ്സില വന്ന് ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് ബേസ് ഗോഡ്സിലാണ്, അല്ലാതെ ഫയർ ഗോഡ്സിലെയോ അല്ലെങ്കിൽ ഇപ്പം
വരാൻ പോണ ഗോഡ്സ്ലെ എക്സ് കോങ്ങിൽ വരാൻ പോണ പിങ്ക് ഗോഡ്സ്ലെ ഒന്നുമല്ല, ജസ്റ്റ് ബേസ് ഗോഡ്സ്ലെയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഗോഡ്സ്ലെ നമ്പർ 2ലാണ് പറഞ്ഞത്. സോ ഗോഡ്സ്ലെയുടെ മെയിനായിട്ട് ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നാച്ചുറിനെ ബാലൻസ് ചെയ്യുന്നതാണ്. സോ നാച്ചുറിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ഇൻബാലൻസ്ഡ് ആയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ടൈറ്റൻസോ അല്ലെങ്കിൽ ഹ്യൂമൻസോ വല്ല നാച്ചുറിനെതിരായിട്ട് ഇൻബാലൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് ഉറപ്പായിട്ട് ഗോഡ്സ്ലെ വന്നത് തടയും, അവരെ കൊല്ലുകയും ചെയ്യും. അതാണ് ഗോഡ്സ്ലെയുടെ ഒരു ഹൈലൈറ്റ്. സോ നമ്മുടെ ഗോഡ്സ്ലേക്ക് നിറയെ പവേഴ്സ് ഉണ്ട്, നിറയെ സ്പെഷ്യലായിട്ടുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് അറ്റോമിക് ബ്രീത്ത്. സോ ഈ അറ്റോമിക് ബ്രീത്ത് വന്നൊരു ബ്ലൂ ഫ്ലെയിം എന്ന് പറയാൻ പറ്റും. എത്ര വലിയ ടൈറ്റനായാലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗോഡ്സ്ലേക്ക് ഏകദേശം 200 or 300 മില്യൺ ഇയേഴ്സോളം ഓൾഡ് ആയിട്ടുള്ള ടൈറ്റൻ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ ന്യൂക്ലിയർ പൾസ് ഉണ്ട്, അതേപോലെ തന്നെ റേഡിയേഷൻ അബ്സോർപ്ഷൻ ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, അറ്റോമിക് റേസ് ഉണ്ട്, ആക്സിലറേറ്റഡ് ഹീലിംഗ് ഉണ്ട്, റീജനറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതേപോലെയുള്ള നിറയെ പവേഴ്സ് ഗോഡ്സിലേക്കുണ്ട്. ഈ പവർ വെച്ച് തന്നെ ഒരുമാതിരിപ്പെട്ട മിക്ക ടൈറ്റൻസിനെയും ഗോഡ്സിലേക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. സോ ആർക്കൊക്കെ ഗോഡ്സിലെ ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. സോ ഓക്കെ, ഫൈനലായി നമ്പർ 1ലുള്ള ടൈറ്റനാണ് നമ്മുടെ കിങ് ഗിഡോറ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ബ്രോ കിങ് ഗിഡോറയെ കൊണ്ട് ഗോഡ്സിലേക്കാളും നമ്പർ 1ലിട്ടെന്ന് നിങ്ങൾ ആലോചിക്കും. അതായത് ഇപ്പം ഗോഡ്സിലെ വന്ന് കിങ് ഗിഡോറയെ ഡിഫീറ്റ് ചെയ്തില്ല, അപ്പം ഗോഡ്സിലെ നമ്പർ 1ൽ വരേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കും. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മുടെ ബേസ് ഗോഡ്സിലേക്കാളും കിങ് ഗിഡോറയാണ് പവർഫുൾ. അതുകൊണ്ടാണ് ഞാൻ നമ്പർ 1ലിട്ട്. ഇപ്പം മൂവിയിൽ ഗോഡ്സിലെ വന്ന് ആ ബേസ് ഗോഡ്സിലായിട്ട് നിന്നല്ല ഗിഡോറെ തോപ്പിച്ച്. കാരണം ബേസ് ഗോഡ്സിലെ കൊണ്ട് പറ്റില്ല ഗിഡോറെ തോപ്പിക്കുക. കാരണം ഗിഡോറ ആൾറെഡി മൂവിയിൽ ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്തു. പിന്നീട് നമ്മുടെ മാത്രയുടെ ലൈഫ് എസൻസ് കൊടുക്കുകയും കൂടാതെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആ ഒരു ബോംബൊക്കെ കാരണം ഗോഡ്സിലെ ഫയർ ഗോഡ്സിലായിട്ട് മാറിയാണ് ഗിഡോറെ തോപ്പിച്ചത്. അല്ലാതെ ബേസ് ഗോഡ്സിലെ അല്ല ഗിഡോറെ തോപ്പിച്ചത്. കാരണം നമ്മുടെ ഈ ഒരു കിങ് ഗിഡോറ വന്ന് ഗോഡ്സിലേക്കാൾ ഭയങ്കര പവർഫുള്ളാണ്. ഗോഡ്സിലെ പറ്റി കമ്പയർ ചെയ്താൽ ഗിഡോറയ്ക്ക് നിറയെ പവേഴ്സ് ഉണ്ട്. കാരണം ഗിഡോറ വന്ന് നമ്മുടെ ഭൂമിയിൽ ചേർന്ന ഒരു ടൈറ്റൻ അല്ല, ഇത് വന്നൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ളൊരു ടൈറ്റനാണ്. വേറൊരു പ്ലാനറ്റിനൊക്കെ നമ്മുടെ ഭൂമിയിൽ വന്ന് വീണൊരു ക്രീച്ചറാണ് ഈ ഗിഡോറ എന്ന് പറഞ്ഞാൽ. ഇതൊരു ഡ്രാഗൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്രീച്ചറാണ്. ഓക്കെ, സോ അതാണ് ഗിഡോറയുടെ സ്പെഷ്യാലിറ്റി. ഇത് നമ്മുടെ എർത്തിൽ ചേർന്ന ടൈറ്റനെ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഏലിയനാണ്. സോ അതുകൊണ്ടാണ് ഗിഡോറ ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കാനുള്ള കാരണം. സോ ഗിഡോറയ്ക്ക് നിറയെ പവേഴ്സ് ഉണ്ട് ഗോഡ്സിലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഗ്രാവിറ്റി ബീംസ് ഉണ്ട്, ഇതൊരു ഇലക്ട്രിസിറ്റി പവറാണ്. ഇത് വെച്ച് തന്നെ നിറയെ ടൈറ്റൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത് ഉണ്ട്, റീജനറേഷൻ ഉണ്ട്, സ്റ്റാമിനയുണ്ട്. ഇതിൻ്റെ സൈസ് ഭയങ്കര അധികമാണ്, ഗോഡ്സിലേക്കാൾ ഇതിൻ്റെ സൈസ് അധികമാണ്. പിന്നെ വിങ്സ് ഉണ്ട്, പറക്കാം, ഇൻ്റലിജൻസ് ഉണ്ട്, നല്ല സ്പീഡുണ്ട്, സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കാൻ പറ്റും, ടെലിപ്പതി ഉണ്ട്, പിന്നെ റിയാലിറ്റി വാർപ്പിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ആൽഫ കോൾ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് പവറാണ്. ഏതൊരു ടൈറ്റൻസിനെയും ഇതിന് ആൽഫ കോൾ വരെ വിളിച്ച് വരുത്തി ഇതിനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ആ ടൈറ്റൻസിന് വന്ന് ഹെൽപ്പ് ചെയ്യും ഗിഡോറ. അപ്പോൾ അങ്ങനത്തെ ഒരു ആൽഫ കോൾ ഉണ്ട്. അതേപോലെ നിറയെ പവേഴ്സ് ഉണ്ട്. പിന്നെ 3 ഹെഡ് ഉണ്ട്, 3 പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു നടുക്കുള്ള ഹെഡില്ല, അതാണ് ഒരു ചെറിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഗോഡ്സിലേക്കാളും നമ്മുടെ ഈ ഒരു ഗിഡോറ ടെക്നിക്കലി പവർഫുൾ ആണ്. ഓക്കെ, ബേസ് ഗോഡ്സിലേക്കാളും പവർഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മോൺസ്റ്റർവേഴ്സിലുള്ള ചില പവർഫുൾ ആയിട്ടുള്ള ടൈറ്റൻസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ടൈറ്റൻ ആരാണ്? അതായത് നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക, എല്ലാവരും ഒന്ന് അറിയട്ടെ. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് ഗൈസ്.